നിയമസഭാ മന്ദിരത്തിലൊരുക്കിയ പുസ്തകക്കൂട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ പട്ടുനൂൽ പുഴുവിലെ സാംസയുടെ കൂട്ടുകാരിക്ക് ഒരുപക്ഷെ മറ്റൊരു പേരായിരുന്നേനെ. പ്രതികാരദാഹിയായ ശാരദയെയും നിസ്സഹായായ ഫാത്തിമ നിലോഫറിനെയും ഈ പുസ്തകോത്സവത്തിൽ കാണാം. അങ്ങനെ ആ വലിയ ആഗ്രഹം സാധ്യമാകുന്നു. ഈ പുസ്തകോത്സവത്തിന് ഞാൻ തിരുവനന്തപുരത്ത്. നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ പ്രപഞ്ചവും കൂടെ നിൽക്കും എന്ന പൗലോ കൊയ്ലോ എഴുതിയ വാചകങ്ങൾ എത്ര അർത്ഥവത്താണ്. നിമിത്തം എന്ന പോലെയാണ് ഞാനിവിടെ എത്തിയത്. ലൈബ്രറേറിയൻ എന്ന ചുമതല പട്ടുനൂൽപ്പുഴു എന്ന നോവലിലെ കഥാപാത്രമായ സാംസയിലേക്ക് എത്തിപ്പെട്ടതും അങ്ങനെയായിരുന്നില്ലേ? ഒറ്റപ്പെടലിൽ സ്വയം സൃഷ്ടിച്ചെടുത്തൊരു കൂട്ടുകാരി. അവൾക്ക് പല കഥകൾ പരതിയല്ലേ ആ പേരിട്ടത്. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളിൽ കൂടിയാണ് ജീവിതം കടന്നുപോയത്. തപോമയിയും ഫാത്തിമ നിലോഫറും ഭാസ്കരനും ശാരദയും അങ്ങനെ അങ്ങനെ. പുസ്തകങ്ങൾ അറിവുകളുടെ മാത്രമല്ല, അനുഭവങ്ങളുടെ കൂടി കലവറയാണ്. ഓരോ പുസ്തകങ്ങളും നമ്മിലേക്ക് എത്തുന്നതിന് ഒരു സമയമുണ്ടത്രേ. പുസ്തകോത്സവത്തിലേക്ക് നമ്മൾ എത്തുന്നതിനും ഒരു നിമിത്തമുണ്ടത്രേ. സ്വപ്ന സാഫല്യമാണോ അതോ നിമിത്തമാണോ അറിയില്ല, പക്ഷേ മടങ്ങുന്നത് അതീവ സംതൃപ്തിയോടെയാണ്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1, തിരുവനന്തപുരം.